മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊന്നു. നിരപ്പ് സ്വദേശി സിംന സക്കീറാണ് മരിച്ചത്. ആക്രമണം നടത്തിയ ഷാഹുൽ അലിയെ പോലീസ് പിടികൂടി. കൊലപാതക കാരണം വ്യക്തമല്ല. ചികിത്സയിലുള്ള പിതാവിനെ കാണാനാണ് സിംന ആശുപത്രിയിലെത്തിയത്. വിഷ്ണു സുരേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. വിഷ്ണു, ഗുരുതരമായ കൃത്യമാണ്. ആശുപത്രിയിൽ വെച്ചാണ് യുവതിയെ കുത്തിക്കൊന്നിരിക്കുന്നത്. എന്താണ് കാരണമെന്ന് വ്യക്തമാകുന്നുണ്ട്? പ്രവിധ നാടിനെ നടുക്കിയ സംഭവമാണ് മൂവാറ്റുപുഴയിൽ ഉണ്ടായത്. മൂവാറ്റുപുഴയിൽ നിന്ന് 3 മണിയോടുകൂടി ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് നിരപ്പ് സ്വദേശിയായ സിംന ഷക്കീറ കൊല്ലപ്പെട്ടത്. ഷിംന തന്റെ പിതാവിനെ കാണുവാൻ വേണ്ടി, ആശുപത്രിയിൽ അഡ്മിറ്റായ പിതാവിനെ കാണുവാൻ വേണ്ടി ആണ് എത്തിയത്. ഇതിനിടയിലാണ് ഇവിടെ വെച്ച ഈ പ്രതിയായ ഷാഹുൽ അലി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച ഈ ആശുപത്രിയിലെ കുട്ടികളുടെയും സ്ത്രീകളുടെയും വാർഡിനുള്ളിൽ വെച്ച് ഈ ഷിംനയെ കൊലപ്പെടുത്തിയത്. ഇരുവരും തമ്മിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഈ സംഭവത്തിന് ശേഷം പ്രതി ഇവിടെ നിന്ന് ബൈക്കിൽ കടന്നു കളഞ്ഞു. പിന്നീട് പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ഈ ആക്രമണത്തിന്റെ, അതായത് കൊലപാതകത്തിനിടയിൽ ഈ കത്തി കൊണ്ട് ഇയാളുടെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിൽ കാണിച്ച ശേഷം നിലവിൽ മൂവാറ്റുപുഴ സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുകയാണ്. 37 വയസ്സുകാരിയാണ് ഷിംന സക്കീർ. ഇവരെ ഇന്ന് 3 മണിയോടുകൂടി പിതാവിനെ ആശുപത്രിയിലെത്തി കാണുന്നതിന് വേണ്ടി എത്തിയ ഘട്ടത്തിലാണ് ഈ കൊലപാതകം നടന്നത്. ഇയാൾ മുൻകൂട്ടി ഇത്തരത്തിൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി നേരത്തെ തന്നെ കരുതിക്കൂട്ടി വന്ന് നിന്നതാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിൽ ഇരുവരും തമ്മിൽ പരിചയമുണ്ട് എന്നുള്ള കാര്യം പോലീസ് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇയാളെ റിമാൻഡ് ചെയ്യാനുള്ള നടപടിയിലേക്ക് ഉൾപ്പെടെ പോലീസ് കടക്കും. നിലവിൽ സിംനയുടെ മൃതദേഹം മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം. പ്രവിധ. വിഷ്ണു, സിംനയുടെ ബന്ധുക്കളിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് തേടിയിട്ടുണ്ടോ? ഒപ്പം തന്നെ ഇയാൾ കരുതിക്കൂട്ടി നടത്തിയ കൃത്യമെന്ന് തന്നെ ഉറപ്പിക്കുന്നുണ്ടോ പോലീസ്? പ്രവിധ, അങ്ങനെ ഒരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അതായത് 3 മണിയോടുകൂടി സിംന ഈ ജനറൽ ആശുപത്രിയിലേക്ക് എത്തുന്നു, പിതാവിനെ കാണുന്നു. അതിനുശേഷം പുറത്തിറങ്ങുന്ന ഘട്ടത്തിൽ ഈ കുട്ടികളുടെയും സ്ത്രീകളുടെയും വാർഡിൽ വെച്ചാണ് സിംന ആക്രമിക്കപ്പെടുന്നത്. അത് ഇയാൾ അവിടെ സിംനയെ പിന്തുടർന്നെത്തി ഒരു പക്ഷേ അത്തരത്തിലുള്ള ആക്രമണം നടത്തിയതാവാം എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. കാരണം ഇയാളുടെ കയ്യിൽ കൃത്യമായി കത്തി ഉണ്ടായിരുന്നു. ഒരാൾ കത്തി കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് ആക്രമിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരിക്കും. അതുകൊണ്ട് മുൻകൂട്ടി ഏതെങ്കിലും തരത്തിലുള്ള ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ് എന്നൊരു പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട്. ഇയാളെ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്ത ശേഷം മാത്രമായിരിക്കും അതിന്റെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുക. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യത്തിലാണ് ഇനി വിശദമായ ഒരു പരിശോധനയും അന്വേഷണവും വേണ്ടത്. ഇരുവരും തമ്മിൽ പരിചയമുണ്ട്, അതേതെങ്കിലും തരത്തിൽ ഉള്ള ഒരു സൗഹൃദമാണോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റ് സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതൊക്കെ ആ കാര്യങ്ങളിലെല്ലാം അല്പസമയത്തിനകം തന്നെ വ്യക്തത വരും. ഏറ്റവും പ്രധാനപ്പെട്ടത് ആശുപത്രിക്കകത്ത് വെച്ചാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ്. സെക്യൂരിറ്റി ജീവനക്കാർ ഉൾപ്പെടെ ഉണ്ടായത്. പക്ഷേ അവരാരെയും ശ്രദ്ധ പറ്റുന്നതിന് മുൻപ് തന്നെ ഇയാൾ ഇവരെ ആക്രമിച്ച് കഴുത്തിനും മുതുകിലുമായാണ് കുത്തേറ്റത്. അവിടെ നിന്ന് കുത്തി പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളഞ്ഞു. പിന്നീട് മൂവാറ്റുപുഴ പോലീസ് അതിസാഹസികമായാണ് ഈ പ്രതിയെ പിടികൂടിയത്. പോലീസ് നിലവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ത് കാരണത്താലാണ് ഈ സിംന ഷക്കീറിനെ ഷാഹുൽ അലി കൊലപ്പെടുത്തിയതെന്നാണ്. ഏറെക്കുറെ പ്രാഥമികമായ ചില വിവരങ്ങളും തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്. പ്രവിധ. വിഷ്ണു, ഇന്നിപ്പോൾ ആശുപത്രിയിൽ ഞായറാഴ്ച ആയതിനാൽ അല്പം തിരക്ക് കുറവായിരിക്കാമെങ്കിലും ആളുകൾക്ക് മുന്നിൽ വെച്ചാണോ ഈ കൃത്യം ഇയാൾ നടത്തിയത്? പ്രവിധ, തിരക്കുള്ള ഒരു വാർഡാണ്, പ്രത്യേകിച്ച് കുട്ടികളുടെയും സ്ത്രീകളുടെയും വാർഡാണ്. അവിടെ വെച്ചാണ് ഈ കൊലപാതകം നടന്നത്. പ്രത്യേകിച്ച് ഞായറാഴ്ച ആയതുകൊണ്ട് അത്ര ഒരു തിരക്കിനൊരു അല്പം ശമനമുണ്ടായെന്ന് മാത്രമാണ്. ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇവർ തമ്മിൽ സംസാരിക്കുകയായിരുന്നു. ഇതിനിടയിൽ ഈ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. സാധാരണ സ്വാഭാവികമായി സംസാരിക്കുന്ന രീതിയിലിടയിൽ കത്തി ഉപയോഗിച്ച് കുത്തിയത് കൊണ്ട് തന്നെ ആളുകളുടെ ശ്രദ്ധയിൽ ആദ്യഘട്ടത്തിൽ പെട്ടില്ല. പിന്നീട് ചോര ഉൾപ്പെടെ തെറിക്കുന്ന ഘട്ടത്തിലാണ് ഇതൊരു അക്രമശ്രമമാണ് എന്നുള്ള കാര്യത്തിലേക്ക് നാട്ടുകാരെത്തുകയും പിന്നീട് അവർ ഓടിക്കൂടുകയും ചെയ്ത്. ആ ഘട്ടത്തിൽ തന്നെ ഈ പ്രതി ഷാഹുൽ ഇവിടെ നിന്ന് കടന്നു കളഞ്ഞിട്ടുണ്ട്. ഇയാൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ, മറ്റേതെങ്കിലും കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അക്കാര്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. ഇയാളെ ആ സമയത്ത് തന്നെ പിടികൂടാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാൾ തൊട്ടടുത്തുള്ള ഒരു പ്രദേശത്തേക്ക് ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് പോലീസ് ഈ പ്രദേശങ്ങളെല്ലാം കേന്ദ്രീകരിച്ച പരിശോധനയിലാണ് ഈ പ്രതിയെ പിടികൂടിയത്. അതിദാരുണമായ സംഭവം. ഒരുപക്ഷെ 3 മണിയോടുകൂടി ഈ സംഭവം നടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കഴിഞ്ഞ വർഷം അങ്കമാലിയിൽ ഇത്തരത്തിലൊരു സംഭവം നടന്നിരുന്നു.
നടന്നിരുന്നു. ഒരു വീട്ടമ്മയെ ആശുപത്രിയിൽ എത്തിച്ച് സ്വകാര്യ ആശുപത്രിയിൽ എത്തിയ ഘട്ടത്തിൽ അവിടെ ആശുപത്രിക്കുള്ളിൽ കയറി ഒരു പ്രതി കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. അതിന് പിന്നാലെ ഇപ്പോൾ മൂവാറ്റുപുഴയിലും അതേ സംഭവം തന്നെ ആവർത്തിച്ചിരിക്കുന്നു. ആശുപത്രിയിൽ കൂടുതൽ സുരക്ഷകൾ ശക്തമാക്കണം എന്നുള്ളൊരു സൂചന കൂടിയാണ് ഇത് നൽകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇന്റേണൽ അന്വേഷണം ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഏതെങ്കിലും തരത്തിൽ സുരക്ഷാ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എന്തായാലും നിലവിൽ പ്രതിയെ പിടികൂടിയിട്ടുണ്ട്. എന്താണ് ആക്രമണ കാരണം എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത്. പ്രവിധ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തീർത്തും സങ്കടകരമായ വാർത്തയാണ് മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നത്. ജനറൽ ആശുപത്രിയിൽ യുവതിയെ കുത്തിക്കൊന്നു. നിരപ്പ് സ്വദേശി സിംന സക്കീറാണ് കൊല്ലപ്പെട്ടത്. ആക്രമണം നടത്തിയത് ഷാഹുൽ അലിയാണ്. പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ഇയാൾ. കൂടുതൽ കാര്യങ്ങൾ പോലീസ് ഇയാളിൽ നിന്ന് ചോദിച്ചറിയുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാമെന്ന് കരുതുന്നു.